നല്ല തിളച്ച വെള്ളത്തിലേക്ക് ചായയിലയോ കാപ്പിപ്പൊടിയോ വീഴുമ്പോഴാണ് നല്ല ചായയും കാപ്പിയും ഉണ്ടാകുന്നത്. ഉയർവനിയിൽ വന്നവർക്കറിയാം, ഞങ്ങൾ ഒരു കപ്പ് ചുക്ക് കാപ്പി നൽകിയാണ് എവരെയും സ്വീകരിക്കുന്നത്. മലയാളിക്ക് ചായ ഒരു ഡ്രിങ്ക് മാത്രമല്ല, ഒരു റീസ്റ്റാർട്ട് ബട്ടൺ കൂടിയാണ്. മഴ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ ഒരു കപ്പ് ചായ മതി മനസ്സ് കാമാക്കാൻ. പക്ഷെ ചായ നമ്മളെ ഒരു ലെസൺ കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഹീറ്റില്ലാതെ അതിന്റെ ഫ്ലേവർ പുറത്തു വരില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇപ്പൊ SSLC +2 റിസൾട്ട് ഒക്കെ വന്ന സമയമാണ്. ചിലർ ഹാപ്പി ആയിരിക്കാം, ചിലർ ഡിസപ്പോയിന്റഡ് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു എക്സാം റിസൾട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഫൈനൽ റിസൾട്ട് അല്ല. ഒരു ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് തോൽവികൾക്ക് ശേഷമാണ് തോമസ് ആൽവ എഡിസൺ വിജയിച്ചത്. ഒരു കപ്പ് ചായ പോലെ ജീവിതത്തിൽ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ചിലപ്പോൾ വീഴേണ്ടി വരും. പക്ഷെ ആ ഹീറ്റ് നമ്മളെ തകർക്കാനല്ല, യഥാർത്ഥ സ്ട്രെങ്ത് പുറത്തു കൊണ്ടുവരാനാണ്. ഒരു ചായയും തിളയ്ക്കാതെ പെർഫെക്റ്റ് ആകില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. സ്ട്രഗിൾസ് ഇല്ലാതെ സ്ട്രോങ് ആകില്ല. ഇതുപോലെ തിളച്ച വെള്ളത്തിൽ വീഴേണ്ടി വരുമ്പോൾ ഓർക്കണം, എന്റെ ബെസ്റ്റ് ഫ്ലേവർ ഇനിയും പുറത്തു വരാനുണ്ടെന്ന്.